കേന്ദ്ര ബജറ്റിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇക്കൊല്ലവും കേരളം കാത്തിരിക്കുന്നത് സ്വപ്ന പദ്ധതികളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ടൂറിസം, റെയിൽവേ, ആരോഗ്യ, തൊഴിൽ മേഖലകളിൽ ബജറ്റിൽ പരിഗണനയുണ്ടാകും എന്നാണ് സംസ്ഥാനത്തിന്റെ പ്രതീക്ഷ. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി എന്ന് ആവർത്തിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ കേന്ദ്ര ബജറ്റിലാണ്. വികസന പദ്ധതികൾക്കൊപ്പം കൂടുതൽ കേന്ദ്രവിഹിതവും സംസ്ഥാനം പ്രതീക്ഷിക്കുന്നു. സ്വന്തമായൊരു എയിംസും സിൽവർ ലൈൻ പദ്ധതിക്ക് കേന്ദ്രാനുമതിയും ദീർഘനാളായി കേരളം ഉന്നയിക്കുന്ന ആവശ്യങ്ങളാണ്. ഒപ്പം മുൻ ബജറ്റുകളിൽ പ്രഖ്യാപിച്ച ശബരിപാത ഉൾപ്പെടെയുള്ള റെയിൽവേ വികസനം സംസ്ഥാനത്തിന്റെ സ്വപ്നമാണ്. വായ്പാ പരിധി ഉയർത്തണമെന്ന ആവശ്യം ഇത്തവണയും സംസ്ഥാനത്തിനുണ്ട്. എംപിമാർ കൊണ്ടുവരുന്ന വികസന പദ്ധതികൾ വൈകിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയെന്ന വി.കെ. ശ്രീകണ്ഠൻ എംപിയുടെ വിമർശനം. ഇപ്പോൾ കേരളം വലിയ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. പല പദ്ധതികളും പണം വെട്ടിക്കുറയ്ക്കുകയാണ് എന്നൊക്കെ പരസ്യമായി പറയുകയും കേന്ദ്രവിരുദ്ധ സമരം പ്രഖ്യാപിക്കുകയും അവസാനം ആ സമരം സമ്മേളനമാക്കി ചുരുക്കുകയും ചെയ്ത CPMന്റെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ നിലപാടിൽ വലിയ സംശയമുണ്ടാക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ എംപിമാരുടെ ഒരു യോഗം പോലും വിളിക്കാതിരിക്കുന്നത്. എംപിമാരെ കുറ്റപ്പെടുത്തുന്ന സർക്കാർ സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ പോലും അറിയിക്കുന്നില്ലെന്നും വി.കെ. ശ്രീകണ്ഠൻ എംപി പറഞ്ഞു. എന്നാൽ UDF എംപിമാർ സംസ്ഥാനത്തിന്റെ വികസന കാര്യങ്ങളിൽ ഒരു താൽപര്യം കാണിക്കുന്നില്ലെന്നാണ് സർക്കാരിന്റെ വിമർശനം. 24 തിരുവനന്തപുരം.